PR ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾവല കാക്കുന്ന മലയാളിക്കരുത്ത്. ഇപ്പോൾ നമ്മൾ ഒളിമ്പിക്സിൻ്റെ സെമിയിലേക്കൊക്കെ കടക്കുന്ന ഒരു അവസരമാണ്. അദ്ദേഹത്തിൻ്റെ മികവിലൂടെ തന്നെയാണെന്ന് പറയാം. ഒരുപക്ഷെ നമ്മൾ കളികളിൽ ജയിക്കുന്നു. കാരണം ഗോൾവല കാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മനസാന്നിധ്യവും കരുത്തും കൊണ്ട് നമ്മൾ പലതവണയും ജയിച്ചു കയറുന്നു. കഴിഞ്ഞ ഒളിമ്പിക്സിൽ നമുക്ക് മെഡൽ കിട്ടി. ഇപ്പോഴത്തെ ഒളിമ്പിക്സിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഏകദേശം മെഡലിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ PR ശ്രീജേഷിൻ്റെ അവസാനത്തെ ഒളിമ്പിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഹോക്കിയിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കളികളായിരിക്കും ഒളിമ്പിക്സിലെ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പം നമുക്ക് അഭിമാനിക്കാം. കാരണം ഒരു മലയാളി കരുത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീം അഭിമാനത്തിൽ അതിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്നത്. PR ശ്രീജേഷ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, കുറേ പേർക്ക് നമ്മളെ ഒരു 90% ആളുകൾക്കും അറിയാം മലയാളി ഇന്ത്യയുടെ ഗോൾ കീപ്പർ എന്നുള്ളത്. പക്ഷേ ഒരു 10% പേര് ഇവർക്കും ആരാ PR ശ്രീജേഷ്. PR ശ്രീജേഷ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? PR ശ്രീജേഷ് എന്ന് പറയുന്ന ഇന്ത്യൻ ഗോൾ കീപ്പർ, ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പർ. ഒരുപക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വിഖ്യാത വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ മഹേന്ദ്ര സിംഗ് ധോണി എന്ന കളിക്കാരനെ പോലെ തന്നെയാണ് PR ശ്രീജേഷ് എന്ന മലയാളി. അദ്ദേഹത്തിൻ്റെ കരുത്ത് ഇന്ത്യൻ ഹോക്കി ടീം മനസ്സിലാക്കിയതാണ്. കാരണം പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഗോൾവല കാത്ത് ഇന്ത്യയെ രക്ഷിക്കുന്നതിൽ ശ്രീജേഷിൻ്റെ പങ്ക് വളരെ വലുതാണ്. പല പെനാൽറ്റി ഷൂട്ടൗട്ടുകളിലും പതറാതെ പിടിച്ചു നിൽക്കുന്നതിൽ ശ്രീജേഷിൻ്റെ കഴിവ് ഒന്ന് പറയേണ്ടത് തന്നെയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിക്കറ്റ് എന്ന ഒരു കായിക വിനോദം ഇന്ത്യയിൽ വളരെ ലക്ഷൂറിയസ് ആയിട്ട് കൊണ്ടാടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ ഹോക്കി ടീം കൊണ്ടുവരുന്ന മെഡലുകളോ അല്ലെങ്കിൽ അവരുടെ വിജയങ്ങളോ നമ്മുടെ ഇന്ത്യയിൽ അത്ര കാര്യമായിട്ട് കൊണ്ടാടുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ ഇന്ന് ശ്രീജേഷിൻ്റെ ചിറകിലേറി ഇന്ത്യൻ ടീം, ഹോക്കി ടീം വിജയങ്ങളുടെ തുടർക്കഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. PR ശ്രീജേഷ് എന്ന കരുത്തുറ്റ ഗോൾ കീപ്പർ കളി അവസാനിപ്പിക്കുമ്പോൾ അത് നമ്മൾ ഓരോരുത്തരും നെഞ്ചേറ്റേണ്ടതാണ്. കാരണം അദ്ദേഹം ഇന്ത്യൻ ടീമിന് ചെയ്തു കൊടുത്തിട്ടുള്ള സംഭാവനകൾ മറക്കാൻ പറ്റാത്തതാണ്. ക്രിക്കറ്റ് പോലെ വലിയ കോളങ്ങളിലെ വാർത്തകളിൽ ചിലപ്പോൾ ഹോക്കി വരാറില്ല. പക്ഷേ അത് ചെറിയ കോളങ്ങളിലേക്ക് ഒതുങ്ങിപ്പോകുന്ന പലതവണയും നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ ഇന്ത്യ കഴിഞ്ഞ തവണ ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയപ്പോൾ നമ്മൾ ഒരുപാട് അത് ആഘോഷിച്ചതാണ്. ഇത്തവണയും അത് ഒളിമ്പിക്സിൻ്റെ മെഡലിലേക്ക് തന്നെ എത്തുന്ന ഒരു സാഹചര്യത്തിൽ, ആ ഒരു അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് ആഘോഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. അത് ഒരുപാട് നല്ല രീതിയിൽ ആഘോഷിക്കണം. കാരണം പിന്നെ ശ്രീജേഷിൻ്റെ വിരമിക്കൽ സമയത്ത് നമ്മൾ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഒരു യാത്രയയപ്പ് നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഇന്ത്യൻ ഹോക്കിയെ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഏറ്റിയതിൽ ശ്രീജേഷിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അദ്ദേഹം നൽകിയ സംഭാവനകളെ എല്ലാം നമ്മൾ ഓർക്കേണ്ട സാഹചര്യമാണ്. അപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ഹോക്കി ജൈത്രയാത്രയിൽ ഈ ഒളിമ്പിക്സിൽ നമുക്ക് ഒരു നല്ലൊരു ആശംസയും കൂടെ അർപ്പിക്കാം. വിജയിച്ചു വരട്ടെ.